സ്വാമിജി ശ്രീ അഖിൽമാരാർക്ക് കലാശ്രേഷ്ഠ അവാർഡ് കൊടുക്കുന്നു. തുടർന്ന് ഗുരുവന്ദ കമ്മിറ്റി താഴ്വരയിൽ ആദരിക്കുന്നു. ശ്രീ നവീൻ ജി യുവകവിയും അധ്യാപകരും ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അർഹമായ ശ്രീ നവീൻ സാറിന് പുരസ്കാരം നൽകുന്നു. ശ്രീ നവീൻ ജി യുവകവിയും അധ്യാപകരും ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അർഹരമാണ്. ശ്രീ നവീൻ ജി സാറിന് പുരസ്കാരം നൽകുന്നു. ഡോക്ടർ പ്രവീൺ ബി പ്രതാപൻ നൽകി ആദരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഡോക്ടറാണ്. ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ സഹോദരിയാണ് എത്തുന്നത്. ഡോക്ടർ പ്രവീണിന്റെ സാന്നിധ്യത്തിൽ സഹോദരിയാണ് എത്തുന്നത്. സഹോദരിയാണ് ഏറ്റുവരിക്കുന്നത്. അടുത്ത മാസ്റ്റർ അയ്യർ പ്രിൻസ്. മാസ്റ്റർ അയ്യർ പ്രിൻസ് പുന്നപ്പള്ളി വാളക്കോട് ജനതാ ജംഗ്ഷൻ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഉടമയാണ്. അയ്യർ പ്രിൻസ്. അയ്യർ പ്രിൻസ് മാസ്റ്റർ അയ്യർ പ്രിൻസ് 4 വയസ്സ് 12 ദിവസം പ്രായമുള്ളപ്പോൾ 8 മിനിറ്റ് 14 സെക്കൻഡിനുള്ളിൽ 125 പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ഉത്തരം നൽകിയ 2024 മെയ് 14 തീയതി ലോക റെക്കോർഡ് നേടിയെടുത്ത കൊച്ചു കുട്ടിയാണ് അയ്യർ പ്രിൻസ്. അടുത്തതിൽ ഗുരുമന്ദിരം ജീവകാരുണ്യ ഫണ്ട് വിതരണമാണ്. ഗുരുമന്ദിരം ഉദയ സമിതി അംഗവും മുൻ പ്രസിഡന്റും ആയ തുളസീധരൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വർഷത്തെ ജീവകാരുണ്യ ഫണ്ട് നൽകുന്നത് ജനതാ ജംഗ്ഷൻ ചെമ്പന്റെ മേലത് വീട്ടിൽ സുനിത ആറിനാണ്. അവരെ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജനതാ ജംഗ്ഷൻ ചെമ്പന്റെ മേലത് വീട്ടിൽ സുനിത ആറിനെ ഫണ്ട് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത വണ്ടിപ്പുര കാങ്കുളത്തുകാവ് ചേരള വീട്ടിൽ മണിയെ. വണ്ടിപ്പുര കാങ്കുളത്തുകാവ് ചേരള വീട്ടിൽ മണിയെ. അദ്ദേഹത്തിന് ജീവകാരുണ്യ ഫണ്ട് നൽകുന്നത് കെ ബാബുവാണ്. കമ്മിറ്റി ഉപദേശക സമിതി അംഗമായ കെ ബാബുവാണ്. വണ്ടിപ്പുര കാങ്കുളത്തുകാവ് ചേരള വീട്ടിൽ മണിയനെ നൽകുകയാണ്. അടുത്തത് വണ്ടിപ്പുര ചേരള വീട്ടിൽ പൊന്നമ്മ. ഈ ജീവകാരുണ്യ ഫണ്ട് വണ്ടിപ്പുര ചേരള വീട്ടിൽ പൊന്നമ്മയെ ക്ഷണിക്കുന്നു. അടുത്തത് മറുപടി പ്രസംഗമാണ്. ശ്രീ അഖിൽമാരാർ മറുപടി പ്രസംഗം ശ്രീ അഖിൽമാരെ ക്ഷണിച്ചുകൊള്ളുന്നു. പരമജീവിതത്തിന്റെ വെളിച്ചം ലോകത്തിന് പകർന്ന മഹാഗുരുവിനെ പ്രണമിച്ചിട്ടുണ്ട്. അഗ്നിമായ വേദിയുടെ അധ്യക്ഷൻ വർക്കലയുടെ ജനങ്ങൾക്കും വർക്കല നാടിനുമേറെ പ്രിയപ്പെട്ട ജോയി, യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ ശ്രീ അടൂർ പ്രകാശൻ MP, സ്വാഗതം ആശംസിച്ച ശ്രീ വി അനിൽകുമാർ, അനുഗ്രഹ പ്രഭാഷണത്തിനായി സാന്നിധ്യം കൊണ്ട് വേദിയെ മഹനീയമാക്കിയ വർക്കല ശിവഗിരി മഠത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ബ്രഹ്മശ്രീ സ്വാമി ശുഭകാനന്ദം, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ സനിലസ് ഉൾപ്പെടെയുള്ള മഹനീയ വ്യക്തിത്വങ്ങളെയും ഏറെ പ്രിയപ്പെട്ട വർക്കല നാടിന്റെയും ജനതാ ജംഗ്ഷന്റെയും നാട്ടുകാരെ സുഹൃത്തുക്കളെ,
ഈ ഒരു അവാർഡിന് ആയിട്ട് എന്നെ സലേട്ടനാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് എന്തിനാണ് എനിക്ക് അവാർഡ് തരുന്നതെന്നാണ്. അപ്പോൾ സാധാരണ കലാരംഗത്ത് വലിയ രീതിയിൽ സമൂഹത്തിന് വേണ്ടി നേട്ടങ്ങൾ സമ്മാനിച്ച മഹത് വ്യക്തിത്വങ്ങൾക്ക് നൽകിയ അവാർഡ് ഭയങ്കരമായി ബഹുമാനിക്കുന്ന ജഗദീഷ് കുമാറിനെ പോലുള്ളവരെയും ശിവകുമാർ തമ്പി സാറിനെ പോലുള്ളവർക്കും KP ശ്രീലത ചേച്ചിയെ പോലുള്ളവർക്കും ഒക്കെ ലഭിച്ചിരുന്ന അവാർഡ് ഈ ഒരു രംഗത്ത് തുടക്കം കുറിക്കുന്ന എന്നെപ്പോലെ ഒരാൾക്ക് നൽകുന്നതിൽ എനിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ട് എന്നായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ആ സലേട്ടനെന്ന് സംസാരിച്ചതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് അഖിലിനെ പോലൊരാളെ, അതായത് നാട്ടിൽ ഒരുപാട് കലാരംഗത്ത് സംഭാവനകൾ നൽകിയിട്ടുള്ള ആൾക്കാർക്ക് നൽകി എന്നതിൽ നിന്നൊരു ചെറിയ മാറ്റം, ഒരുപാട് സംഭാവന നൽകാൻ ശേഷിയുള്ളവർക്കൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ അഖിലിനെ പോലുള്ള ആൾക്ക് കൊടുത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇത്തരം മേഖലകളിൽ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാകട്ടെ, അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ അഖിലിനെ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ തമാശ കൊടുക്കാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, കാശ് കൊടുത്ത് വല്ല വന്നൂടെ അവാർഡ് മേടിക്കുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അവാർഡിനുള്ള ഒരു അർഹതയൊക്കെ എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരുപാട് കുട്ടികൾക്കും അല്ലെങ്കിൽ ഒരുപാട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ പരിശ്രമിച്ചിട്ടുള്ളവർക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടത്തിലേക്ക് എത്തിയ, അല്ലെങ്കിൽ ഏത് സിനിമയിൽ അടുത്തിടെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് വഴിവിട്ടി തന്നെ സഞ്ചരിച്ച, അന്നും ഇന്നും അഭിപ്രായങ്ങളിൽ ഒരു കള്ളത്തരങ്ങളും ചേർക്കാതെ ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങൾ ആരുടെയും മുഖത്ത് നോക്കി പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഗുരുവിന്റെ ഒരു വചനം അടുത്തിടെ സ്വാമിയുടെ പ്രഭാഷണത്തെ ചൊല്ലി, നമ്മൾ സംസാരിക്കുന്നത് ആരെയും എതിർക്കാനോ തള്ളി പറയാനോ വേണ്ടിയൊന്നുമല്ല, ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ്. ചർച്ചകളിലൂടെ ശരികൾ രൂപപ്പെടാൻ വേണ്ടിയിട്ടാണ്. വിമർശനങ്ങൾ ക്രിയാത്മകമാകുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മുടെ ഭരണാധികാരികളിൽ നിന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് വിമർശനങ്ങൾ നടത്തുന്നത്. ഏറ്റവും മനോഹരമായി വിമർശനം നടത്തിയിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്കുള്ളിൽ ഒരു ഉൾപാർട്ടി ജനാധിപത്യം, ഉൾപാർട്ടി വിമർശനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ പാർട്ടിയുടെ തെറ്റുകളെ ആ പാർട്ടി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും പുറത്തു നിന്നുള്ള ആൾക്കാർ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയി എന്നുള്ളത് മാത്രമേ ഞാൻ അത്തരത്തിൽ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ വിമർശനങ്ങൾ ഒന്നും തന്നെ ഒരാളെയും എതിർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നാട് കൂടുതൽ നന്നാകാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകളെ തിരുത്താൻ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾക്ക് കഴിയുമ്പോൾ അതിന്റെ നേട്ടം നമ്മുടെ നാടിനുണ്ടാവും. ഞാനിനി ഞാൻ ആമുഖമായിട്ടൊന്ന് പറഞ്ഞത് കൂടുതൽ ആൾക്കാർക്കും ബിഗ് ബോസിനേക്കാളും അല്ലെങ്കിൽ എന്റെ സിനിമാ രംഗത്തെ നേട്ടങ്ങളെക്കാളും കൂടുതൽ ഒരു വിഷയം അറിയാവുന്നത് ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന അഭിപ്രായങ്ങളും അത്തരത്തിലുള്ള ചർച്ചകൾക്കും വഴി വയ്ക്കുമ്പോഴാണ്. അതൊരിക്കലും ആരെയും എതിർക്കാനൊന്നും വേണ്ടിയായിരുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇനി എന്റെ മറുപടി പ്രസംഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്. 29 വർഷമായിട്ട് ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും മഹത്തായ ഒന്നായിട്ട് അതിനെ കാണാൻ കഴിയാവുന്നത്, നമ്മുടെ നാട്ടിൽ നിന്നും ഇത്തരം കൂട്ടായ്മകളൊക്കെ അന്യം നിന്ന് പോകുന്ന കാലത്ത് ഇന്ന് ചാരിറ്റി എന്ന് പറയുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നന്മ എന്ന് പറയുന്നതും കേവലം ഒരു മൊബൈൽ ഫോണിൽ പകർത്തി അഭിനയിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ ഞങ്ങൾ വലിയ നന്മമരങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടി ധാരാളം പേർ നടത്തുന്ന കോപ്രായങ്ങൾ നമുക്ക് സമൂഹ മാധ്യമത്തിൽ കാണാൻ കഴിയും. മാനവ സേവ മാധവ സേവ എന്ന് പറഞ്ഞ ഗുരുവിന്റെ വചനങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി കഴിഞ്ഞ 29 വർഷമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഏറെ അഭിമാനകരമായ ഒന്നാണ്. അതിൽ രസകരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഗുരുവിന്റെ അനുയായികൾ ശ്രീനാരായണനെ നിങ്ങൾ ഓരോരുത്തരും ഒരു പക്ഷേ അഖിൽ മാരാരിലെ മാരാരല്ല കണ്ടത്, മനുഷ്യനെയാണ് കണ്ടത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. മറ്റൊരു ജാതിയിൽ ജനിച്ച അഖിൽ മാരാർക്ക് ഇങ്ങനൊരു അവാർഡ് നൽകുന്ന സമയത്ത് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ഒരു ജാതിയും ഞങ്ങൾ നോക്കാറില്ല, ഞങ്ങൾ മനുഷ്യരെ തന്നെയാണ് കാണുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായിരിക്കാം ഒരു പക്ഷേ എന്നെപ്പോലെ ഒരാളെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ ക്ലബിലെ ഭാരവാഹികളും അതോടൊപ്പം തന്നെ എല്ലാ പിന്തുണയും നൽകുന്ന ശ്രീ അല്ലേട്ടനെ എനിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം ഞാൻ തമ്മിൽ പിന്നീട് ഫോൺ ചെയ്തിട്ടുള്ള ഒരു പരിചയമായിരുന്നു. തുടർന്നുകൂടെ ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ എത്തുകയാണ് ചെയ്തത്. അപ്പം ഈവന്റ് ഉള്ളിടത്തോളം കാലം കേരളം ഓർക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് അല്ലേട്ടൻ ഉണ്ടാവും. അപ്പൊ എന്തായാലും അല്ലേട്ടനോടുള്ള ഒരു പ്രത്യേക നന്ദി അറിയുകയാണ്. കാര്യം എല്ലാ വിധത്തിലുള്ള പിന്തുണയും സപ്പോർട്ടും ഒക്കെ നാടിന് വേണ്ടി ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് സമയം കണ്ടെത്തി
മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മനുഷ്യൻ തന്നെ സമയം മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ചില ആൾക്കാർ കുറ്റം പറയാറുണ്ട്. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഏതെങ്കിലും ഒരുവന് വേണ്ടി 1 മണിക്കൂർ നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുമോ? ഒരു പരിചയവുമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആശുപത്രിയിൽ പോയി ഇരിക്കുമോ? ഒരു പരിചയവുമില്ലാത്ത ഒരാൾക്കുടെ മരണ വീട്ടിൽ അതിന്റെ എല്ലാ ചടങ്ങ് കഴിയുന്നത് വരെയും നിങ്ങൾ ഇരിക്കുമോ? ഒരു കല്യാണം, മരണം തുടങ്ങി മറ്റുള്ളവന് വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയക്കാരെ പോലെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിക്കോട്ടെ, എവിടുപ്പം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ശ്രീ ജോയി ജയിക്കുമ്പോൾ അടൂർ പ്രകാശിനെ പോലെ കോൺഗ്രസ് നേതാവ് ജയിക്കാൻ കഴിയുന്നത് രാഷ്ട്രീയത്തെക്കാളൊക്കെ ഉപരി ഈ വ്യക്തികൾ നിങ്ങളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഓരോരുത്തർക്കും രാഷ്ട്രീയം മറന്ന് ഇവരുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയാവുന്നത് മനുഷ്യ മനസ്സുകളെ ഉൾക്കൊള്ളാനുള്ള ഇവരുടെ ഒരു നന്മയുടെ ഭാഗമായിട്ടാണ്. തെറ്റുകളും കുറ്റങ്ങളും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ ഇവരെയൊന്നും പോലെ ഒരിക്കലും നമുക്കാർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കണമെങ്കിൽ വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി. രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന യാത്രകൾ, പലപ്പോഴും നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് വരുമ്പോൾ നിങ്ങൾ പറയുന്നു യാത്ര ചെയ്ത് ക്ഷീണിച്ചെന്ന് പറയുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു MP അല്ലെങ്കിൽ ഒരു MLA ഇവർക്ക് എപ്പോഴാണ് റെസ്റ്റ് കിട്ടുന്നത്? ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ സമയം കളയുന്നത്? ഇവർ ആർക്ക് വേണ്ടിയാണ് പഴി കേൾക്കുന്നത്? ഇവരിനി അഴിമതി കാണിച്ചു എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ ഇവരുടെ ജീവിതത്തിന്റെ സുഖലോലുപതകൾ എവിടെയൊക്കെയാണ്? യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ഇത്തരം സുഖലോലുപതകളെയൊക്കെ മാറ്റിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി നാടിന്റെ നായകരായ ഈ ജനനേതാക്കന്മാരുടെ മുന്നിൽ അവരിൽ ഒരാളെ പോലെ അവർക്കൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇനി വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിയത്തക്ക രീതിയിൽ ഒരുപക്ഷെ എന്നെ കൊണ്ട് ആകെ ചെയ്യാൻ കഴിയാവുന്ന ഒരു ഗുണം അത് മാത്രമായിരിക്കും. കാര്യം ആരും അറിയിക്കാതെ ഒരാൾ ഒരു കൈ കൊണ്ട് ചെയ്യുന്ന സഹായം മറുകൈ അറിയരുത് എന്ന് കരുതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നല്ല കാര്യങ്ങളും ഈ നാട്ടിൽ മാത്രം ഒതുങ്ങാതെ മറ്റുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ എന്നെ പോലെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതാണ്. തീർച്ചയായിട്ടും നാളെയും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഈ നാട്ടിലെ ഓരോ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ജനത ഗുരുമന്ദിരത്തിന്റെ ഇടപെടൽ ഉണ്ടാവണം. ഗുരുവിന്റെ ആദർശങ്ങൾ, ഗുരുവിന്റെ വചനങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നത് ഗുരുവിനെ ഇത്രത്തോളം ഉൾക്കൊണ്ട ഒരു വലിയ സമൂഹം നമുക്കിടയിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയും ഇങ്ങനൊരു അവാർഡ് നൽകാൻ സന്മനസ് കാണിച്ച ഈ ഗുരുമന്ദിര വായനശാലയുടെ എല്ലാ ഭാരവാഹികൾക്കും ഈ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. കലാരംഗത്തേക്ക് ഒരു സംവിധായകൻ എന്ന നിലയിലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ഒക്കെ ചുവട് വെച്ച് ഞാൻ അഭിനേതാവ് എന്ന നിലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു സിനിമയിൽ നായകനെ അഭിനയിച്ചു. അടുത്ത സിനിമ ജനുവരിയിൽ ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ വരും കാലങ്ങളിൽ നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ടി ഒരുപാട് വോട്ട് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഒരു 15 ലക്ഷത്തിലധികം വോട്ടുകളാണ് എനിക്ക് ബിഗ് ബോസ് ലഭിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അത്രയേറെ മലയാളികൾ എനിക്ക് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ വോട്ട് കിട്ടി കാണും. എനിക്കെതിരെ നിന്ന് മത്സരിച്ചവർക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത കാര്യം എനിക്കറിയാം. എല്ലാവർക്കും ഉള്ള ഒരു സ്നേഹവും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിന്റെ മുന്നിൽ പ്രണാമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.